ഗിരിധർ നമ്പ്യാരുടെ കയ്യിലെ പൂത്ത കാശ് കണ്ടോണ്ട് മാത്ര നിങ്ങൾ ഈ വിവാഹത്തിന് തയ്യാറായെന്ന് നിങ്ങളെ അറിയാന്ന് എല്ലാവർക്കും അറിയാം. എന്റെ മരുമോനെ കുറിച്ച് ഒരു അക്ഷരം നീ വേണ്ടി പോരുത്. അവനെ വലിയ മനസ്സുള്ളവനാ, അല്ലാതെ നിന്നെ പോലെ നട്ടല്ലും അന്തസ്സും ഇല്ലാത്തവനല്ല. ഒരു വാക്ക് പറഞ്ഞാലേ പാലിക്കാൻ ഗിരിക്കറിയാം. സ്വന്തം കുടുംബത്തിന് വേണ്ടി അവൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സുമിതയ്ക്ക് വേണ്ടി അവൻ എന്തൊക്കെ ചെയ്യുന്നുള്ളത് നീ അങ്ങ് കണ്ടറിഞ്ഞാ മതി. എന്റെ മോളെ അവനെ പൊന്നു പോലെ നോക്കൂടാ. എന്റെ മോളുടെ കല്യാണത്തിന് നിന്നെ മാത്രം ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളൂ. നിന്റെ ഭർത്താവിനെ ക്ഷണിച്ചിട്ടില്ല. ക്ഷണിക്കാത്ത കല്യാണത്തിന് നാണം കെട്ട് കേറി വരരുതെന്ന് നീ ഇവനോടൊന്ന് പറഞ്ഞേക്ക. ഒക്കെയും പിടിച്ച് അവൻ ഇറങ്ങിയിരിക്കുന്നു പഴയ കാമുകിയുടെ കല്യാണം കൂടാൻ. ആന്റി പേടിക്കണ്ട, സുമിയുടെ കല്യാണത്തിന് കിരൺ വരില്ല. Hello Serena, how are you? I am absolutely not fine. ഞാൻ ഇവിടെ വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. അയ്യോ, എന്തു പറ്റി? മറ്റന്നാൾ ബാങ്കോക്കിൽ ഞങ്ങളുടെ ഒരു ഷോ ഉണ്ട്. ഞങ്ങളുടെ ലീഡ് മോഡൽ ഗായത്രി ശാസ്ത്രിയായിരുന്നു. ആ മുംബൈക്കാരിയല്ലേ, അറിയാം. ആ, അവൾക്ക് എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. പകരം നിനക്കൊന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ? പക്ഷെ ഞാനിന്ന് നമുക്ക് ശരിക്കും റിഹേഴ്സൽ ചെയ്യാന്നേ. ഒരു ടെൻഷനും വേണ്ട, കോൺഫിഡന്റ് ഇനിയോ. എന്നിട്ട് നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ബാങ്കോക്കിലേക്ക് പോകേണ്ടതാ. അവിടെയും ഷോയ്ക്ക് ഒരു ദിവസം കൂടി കിട്ടുമല്ലോ. സെറീന, പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. വരുമ്പോ പാസ്പോർട്ടും ഡോക്യുമെന്റ്സും കൂടി എടുത്തോളണേ. ഇല്ല, ഇത് നടക്കില്ല. നീ ഇതിങ്ങനെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ എങ്ങനെയാ? ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. നല്ല അവസരങ്ങൾ വരുന്നത് പെട്ടെന്നായിരിക്കും, അതും അസൗകര്യങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ. പക്ഷേ അത് ഏറ്റെടുക്കാനുള്ള വിവേകം കാണിക്കുന്നിടത്താണ് ജീവിതം സെറ്റാവുന്നത്. വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ചാൻസ് നിനക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. ഓക്കെ എന്നൊരു വാക്ക് നീ ഇപ്പൊ പറഞ്ഞ അത് നിന്റെ ജീവിതത്തിൽ മൊത്തത്തിൽ ബാധിക്കും. പക്ഷേ ഇന്നെന്റെ ചേച്ചിയുടെ കല്യാണ സെറീന. മറ്റെന്ത് തിരക്കാണെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഞാനിത് കമ്മിറ്റ് ചെയ്തേനെ. ഇത്രയും നാള് നീ ആഗ്രഹിച്ച സ്റ്റാർഡം ഒരൊറ്റ ഷോ കൊണ്ട് നിനക്ക് കിട്ടാൻ പോവാ. അത്രയും ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഷോയാ നിനക്ക് മുന്നിലുള്ളത്. ഇന്ത്യയിലെ ടോപ്പ് മോഡൽസിലെ ഒരാളായിട്ട് തീർച്ചയായിട്ടും മാറും. എന്നാലും വൈകിട്ട് ചേച്ചിയുടെ കല്യാണത്തിന് കൂടാതെ ഞാൻ എങ്ങനെയാ? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പൊടിയും തട്ടി അങ്ങ് പോവും. നിന്റെ ഫ്യൂച്ചറാ നീ ഇല്ലാതാക്കുന്നത്. ഇതുപോലൊരു അവസരം നിനക്കിനി ജീവിതത്തിൽ കിട്ടില്ല. ഫോർമാലിറ്റികളെല്ലാം നിർത്തിയിട്ട് നീ വേഗം അവിടുന്ന് ചാടിക്കും. എന്നിട്ട് നേരെ സ്റ്റുഡിയോയിലേക്ക് വാ. ഞാനും അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുക. എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ കൂടെ ഇടാനുള്ള ബ്രേസ്ലെറ്റ് കാണുന്നില്ല. ആ ഗൗണിന്റെ കൂടെ ഇടാൻ വെച്ചിരുന്ന പിങ്ക് ബ്രേസ്ലെറ്റോ? നീ ഒന്ന് ചെന്ന് അവളുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് ഒരു ബ്രേസ്ലെറ്റ് എവിടെന്നെങ്കിലും വാങ്ങിട്ട് വാ. സോറി സെറീന, എനിക്കിന്ന് വരാൻ സാധിക്കില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇനിയും കിട്ടും. എന്റെ ചേച്ചിയുടെ കല്യാണം മിസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഇങ്ങനൊരു ചാൻസ് വന്നപ്പോ ആദ്യമേ എന്നോർത്തതിൽ താങ്ക് യു സോ മച്ച്. ഇന്ദിരേ, ശ്രീമോന്റെ കല്യാണത്തിന് നീ വിളിച്ച കാർ എവിടെ? സുമിയുടെ കല്യാണത്തിന് നമുക്ക് ആ വണ്ടി തന്നെ അങ്ങ് പോകായിരുന്നല്ലോ. അത് ഞാൻ തിരിച്ചയച്ചോമ്മേ. തിരിച്ചയച്ചെന്നോ? എന്ത് മണ്ടത്തര നീ കാണിച്ചത്? ഞാൻ എന്ത് ചെയ്യാനാ? നമ്മുടെ മാരുതി പോയാ മതിന്ന്
സുമിക്കാ വാശി. അവളുടെ കല്യാണത്തിന് യാതൊരു ദൂർത്തും പാടില്ല പോലും. ഈ കാറിനോട് അവൾക്ക് വല്ലാത്ത ആത്മബന്ധം ഉണ്ടത്രേ. ഇവളുടെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇന്നത്തെ ദിവസം ഇവളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇനിയൊന്നും മറന്നിട്ടില്ലല്ലോ, എന്നാ ഇറങ്ങാം. ആ മോളെ കേട്ടോ ഇന്ദിരേ, നിന്റെ മരുമകൻ ഗിരിധരനെ ഈ ഫ്ലാറ്റിൽ വെച്ച് ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ഞാൻ തന്നെയാ, അല്ലേ സുമി? നിങ്ങൾ രണ്ടാളും നല്ല പൊരുത്തമുള്ള കുട്ടികളാ. ചേരേണ്ടവരെ തന്നെയാ ദൈവം ചേർത്തിരിക്കുന്നത്. അന്ന് ഇവൾ എന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷേ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി കള്ളിയാണ് കേട്ടോ ഇവള്. അതെ, നിങ്ങൾക്കുള്ള വണ്ടി അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു, വേഗം ചെന്ന് കേറൂ. ചേച്ചി അവനെ കണ്ടോ? നിതീഷിനെ അവിടെ കാണാനില്ല. ഇറങ്ങ നേരായാലോ അമ്മേ, ഈ സമയത്ത് ഏട്ടൻ എവിടെ പോയി കിടക്കുക? ചേച്ചി അവനെ ആ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. മോളെ ഫോൺ അങ്ങോട്ട് കൊടുക്കും. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഈ നേരത്തെ എന്താ അവൻ ഇത്ര അത്യാവശ്യം പിടിച്ച പണി? തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, തീർച്ചയായും തരും. ഐ ജസ്റ്റ് നീഡ് സം ടൈം. തരാവുന്ന അവധികളുടെ പരമാവധി ഞാൻ തന്നു കഴിഞ്ഞു നിതീഷേ. ഇനി അത് നടക്കില്ല. ആ പണം എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ. ഞാൻ ആരാണെന്ന് നിങ്ങളുടെ വിചാരം? നിങ്ങൾ എന്നെ ഇങ്ങനെ അവിശ്വസിക്കേണ്ട കാര്യം എന്താ? നിങ്ങളുടെ പണവും തട്ടി നാട് വിട്ട് ഒളിച്ചോടാൻ പോകുന്ന തട്ടിപ്പുകാരനൊന്നും അല്ല ഞാൻ. ഐ ഹാവ് ബിഗ് അഡ്രസ്. അതെനിക്കറിയാം. ആ അഡ്രസ് ഗിരിധർ നമ്പ്യാരുടെ അനിയനെന്നാണ്. ആ അഡ്രസ്സിന്റെ പേരിൽ മാത്രമാണ് നിനക്ക് ഞാൻ ആ പണം തന്നത്. പക്ഷേ അദ്ദേഹം മറിഞ്ഞിട്ടുള്ള കാര്യമല്ലെന്ന് എനിക്കിപ്പോ നന്നായി ബോധ്യപ്പെട്ടു. ഫലോ 1-2 ലക്ഷം രൂപയായിരുന്നെങ്കിൽ ഞാനത് തലക്കൊഴിഞ്ഞു വേണ്ടാന്ന് വെച്ചാനെ. പക്ഷെ നമ്മൾ തമ്മിലുള്ള ഈ ഇടപാട് 50,000 യൂറോസിന്റേതാണെന്ന് ഓർക്കണം. എന്ന് വെച്ചാൽ ഏകദേശം 41 ലക്ഷം ഇന്ത്യൻ കറൻസി. ഒരേ ഒരു മണിക്കൂർ മാത്രം. അതിനുള്ളിൽ എനിക്ക് ആ പണം തന്നില്ലെങ്കിൽ ഞാൻ ആ കാര്യം മിസ്റ്റർ ഗിരിധർ നമ്പ്യാരെ അറിയിച്ചിരിക്കും. ഐ ഹാവ് നോ ചോയ്സ്. വേണ്ട, എന്തിനാ ലക്ഷ്മൺ അങ്ങനെയൊക്കെ കടന്നു നിൽക്കുന്നത്? കാശ് തരാം, തീർന്നില്ലേ പ്രശ്നം? ആ അത് മതി, അത് മതി. എന്റെ അക്കൗണ്ട് നമ്പറേ നിങ്ങളുടെ വാട്സപ്പിലുണ്ടാവും. നീ ഇത് എവിടെ പോയി കിടക്കുക? ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വരുന്നുണ്ടോ? വരുന്നമ്മേ, വരുന്നു. ആ ശശി, ഇത് ഞാനാ. മനസ്സിലായി സാർ, പറയണം. എടാ, ഇന്നലെ എംപ്ലോയീസ് വെൽഫെയർ ഫണ്ടിലേക്ക് ഇടാൻ ഗിരിയേട്ടൻ ഏൽപ്പിച്ച എമൗണ്ട് ഇല്ലേ, അതിട്ടോ? ഇല്ല സാർ, അത് ഇന്ന് വൈകിട്ടത്തേക്കുള്ളിൽ ക്രെഡിറ്റ് ചെയ്യണം എന്നാ ഗിരി സാർ പറഞ്ഞത്. ഞാൻ ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ആ നന്നായി. ഒരു കാര്യം ചെയ്യ്, ഞാനൊരു അക്കൗണ്ട് നമ്പർ തരാം. തൽക്കാലം ആ തുക അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സാർ പക്ഷേ അത്... എടോ, താനെന്തിനെ ടെൻഷൻ ആവുന്നേ? ഞാനല്ലേ പറയുന്നത്. സാർ അത് ഗിരി സാറിനോടൊന്നും ചോദിക്കാതെ ഞാൻ പറഞ്ഞതങ്ങ് അനുസരിച്ചാൽ മതി. ഗിരിയേട്ടൻ പറഞ്ഞിട്ട് തന്നോട് ഞാനിത് പറഞ്ഞത്. ശരി സാർ, ഞാനത് ചെയ്തേക്കാം. നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? അത് പിന്നെ അമ്മ, ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയാ. ഓ, എന്തത്യാവശ്യം? ഗിരിയുടെ കല്യാണം നടക്കാൻ പോകുന്നത്. അതിനേക്കാളും വലിയ എന്ത് അത്യാവശ്യം വേറെ നിനക്കുള്ളത്? അമ്മേ, ഗിരിയേട്ടൻ എല്ലാവരും അങ്ങോട്ട് പോയിട്ട് കുറെ നേരായി. ഇനി നമ്മൾ നിന്ന് ലേറ്റ് ആയി പോവും. പുറപ്പെടാൻ നോക്കാം.
സുമി സത്യം പറ ചേച്ചി, ചേച്ചി ഇപ്പൊ എന്താ ആലോചിച്ചേ? ഗിരിയേട്ടനെ കുറിച്ചല്ലേ? പറ. ആഹാ കണ്ടോ, കിരിയുടെ പേര് പറഞ്ഞപ്പോ അവളുടെ മുഖത്തൊരു നാണം. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. അമ്മ പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. അമ്മ ഒന്ന് നിർത്തിക്കേ, മതി. എന്തിനാ നിര നീ ഇപ്പൊ വണ്ടി നിർത്തിയേ? ആര് നിർത്തി? നിന്ന് പോയതല്ലേ. അമ്മ എന്തു പറ്റി? എന്താന്ന് അറിയില്ല, വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ചിലപ്പോ ബാറ്ററി ഡൗൺ ആയതായിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. ഞാനിവിടെ ഇറങ്ങാച്ച. സുമി നീ അവിടെ ഇരിക്കേ. കല്യാണ പെണ്ണാണോ ഈ വേഷത്തിൽ നടു റോട്ടിൽ ഇറങ്ങിയിട്ട് വണ്ടി നന്നാക്കുന്നത്? രക്ഷയില്ല, ശരിയാവും തോന്നുന്നില്ല. നമ്മൾ നേരത്തെ വിളിച്ചിരുന്ന ആ വണ്ടി തിരിച്ചയച്ചത് മണ്ടത്തരമായിന്ന് ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ ഇന്ദ്രൻ? ലാഭം നോക്കിയതിന്റെ ഗുണം കണ്ടില്ലേ ഇപ്പോ? മനുഷ്യരാരെങ്കിലും ഈ പാട്ടവണ്ടിയിൽ കല്യാണത്തിന് പോവോ? അമ്മമ്മേ, ഞങ്ങളുടെ വണ്ടി മാത്രമൊന്നും പറയരുത്. ഇത് ഇതുവരെ ഞങ്ങളെ ചതിച്ചിട്ടില്ല. ഇതുവരെയുള്ള കാര്യം ഇവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമുക്ക് എങ്ങനെ മണ്ഡപത്തിലേക്ക് പോകാന്ന് ആലോചിക്കേ. ഓൺലൈൻ ടാക്സി വല്ലതും കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പെട്ടെന്നൊന്ന് നോക്കുമോളെ. പീക്ക് ടൈം ആയോണ്ടാ തോന്നുന്നു വണ്ടികളൊന്നും കിട്ടുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? അമ്മ വിഷമിക്കണ്ട, നമുക്കൊരു ഓട്ടോ വിളിച്ച് പോവാന്നേ. ഓട്ടോയിലോ? എന്താ അമ്മേ, അമ്മ ഇതൊരു ഓട്ടോയിൽ കയറിട്ടില്ലേ? എന്നാലും അങ്ങനെയല്ലല്ലോ സുമി. കല്യാണപ്പെണ്ണ ഓട്ടോ ഈ മണ്ഡപത്തിൽ ചെന്ന് ഇറങ്ങാന്ന് പറഞ്ഞ നാണക്കേട്. എന്ത് നാണക്കേട്? ഞാൻ എന്ന് യാത്ര ചെയ്യുന്ന വാഹനമാണ് ഓട്ടോ. എന്നത്തെയും പോലെയാണോ ഇപ്പോ? വെറുതെ ഒരു തർക്കം വേണ്ട. സുമി പറഞ്ഞതാണ് ശരി. സമയത്തിന് മണ്ഡപത്തിൽ എത്തുക എന്നതാണ് ഇപ്പൊ പ്രധാനം. ഓട്ടോ എങ്കിൽ ഓട്ടോ. സന്തോഷായിട്ടിരിക്കണം കേട്ടോ. നിതീഷ, നീ സീറ്റ് പറ്റിട്ടല്ലോ അല്ലേ? അല്ല ഫൈനാ. ഇവന്റെ ഒരു കാര്യം. അങ്ങനെ ഗിരിയുടെ കല്യാണമായി. എല്ലാം എത്ര പെട്ടെന്നല്ലേ? ഗിയർ മാറ്റി വേഗം വിടറാ. ചുമ്മാ അമ്പിയമ്മ. ഓട്ടോ 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 പ്ലീസ്. ഹലോ, അതെ, ഞങ്ങളെ ഒന്നാ പോണേക്കര കരയോഗം കല്യാണ മണ്ഡപം വരെ എത്തിക്കാമോ? ഇല്ല ചേട്ടാ, ഞാൻ വേറെ വഴിക്കാം. അയ്യോ, ഒന്ന് നിന്നേ പ്ലീസ്. ഏതോ US നമ്പറാ. എടുക്കൂ, അവരായിരിക്കും.
ഹലോ, ഐ നോ. പ്ലീസ് ഗീവ് മീ എ ലിറ്റിൽ മോർ ടൈം. ഷുവർ, ഐ വിൽ ഡു ദാറ്റ്. ഐ വിൽ ഗെറ്റ് ബാക്ക്. താങ്ക് യു. എന്താ അക്കു, എന്താ അവര് പറഞ്ഞേ? ഇനി അധികം വൈകാതെ ഒരു തീരുമാനം അറിയിക്കണം. എന്നായാലും ഒരു തീരുമാനം എടുത്തല്ലേ പറ്റൂ. എന്റെ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു സ്നേഹ. നിന്നോട് ഒന്നും ആലോചിക്കാത്തോണ്ട് മാത്രമേ ഇപ്പൊ പറയാതിരുന്നേ. എനിക്ക് ആ ജോലി ഏറ്റെടുക്കാനാവില്ല. ഗിരി വലിയ ബിസിനസ്സുകാരന്, ജോലിക്കാര്യങ്ങളിൽ അവനെ വെല്ലാൻ ആരുമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോഴേ മനസ്സുകൊണ്ടില്ലേ അവൻ എട്ടുമുട്ടും തിരിയാത്തൊരു കുഞ്ഞിനെ പോലെ. ഒരു പുതിയ ജീവൻ തുടങ്ങുന്ന ഈ സാഹചര്യത്തിൽ അവൻ ഉപേക്ഷിച്ചു പോവാൻ എനിക്ക് പറ്റില്ല സ്നേഹ. സുമിത ഗിരിയുടെ ഉള്ളിലെ പൂർണ്ണമായ കുഞ്ഞിനെ തിരിച്ചറിയുന്ന കാലം വരെ, ഏറ്റെടുക്കുന്നത് വരെ ഞാൻ അവൻ്റെ ഒപ്പം ഉണ്ടാവണം. ഞാനല്ല, നമ്മൾ ഉണ്ടാവണം അവൻ്റെ കൂടെ. വലിയ കമ്പനിയായിരുന്നു, നല്ല പോസ്റ്റായിരുന്നു, കിട്ടാവുന്നതിൽ വെച്ച് നല്ല ശമ്പളമായിരുന്നു. എല്ലാം അറിയാം. അതൊക്കെ വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ തീരുമാനം എടുത്തതിൽ എനിക്ക് ആരോടെങ്കിലും മാപ്പി ചോദിക്കാനുണ്ടെങ്കിൽ അത് നിന്നോട് മാത്രം സ്നേഹം. അക്കുവിന്റെ ഈ തീരുമാനത്തില് എനിക്കൊരു അത്ഭുതവും തോന്നുന്നില്ല. നീ ഇങ്ങനെ തീരുമാനിക്കുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. ഇങ്ങനെ ഒരു നല്ല സുഹൃത്തിനെ കിട്ടിയാല് ഗിരി എത്രയോ ഭാഗ്യവാനാ. ഒരു സുഹൃത്തായ ഗിരിയോട് നീ ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെങ്കിൽ എന്നോടും മക്കളോടും നിന്റെ മനസ്സിലുള്ള ആത്മാർത്ഥത എത്രമാത്രമായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എനിക്കത് മതി. അതിനെ പണത്തിന്റെയോ ജോലിയുടെയോ തൂക്കം കൊണ്ട് അളക്കാൻ ഞാനില്ല. സമയം പോവാണല്ലോ ഈശ്വര. നമ്മൾ ആദ്യം മണ്ഡപത്തിൽ എത്തേണ്ടത്. ഭഗവാനെ, ഇതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പ്ലീസ്, ഞങ്ങൾക്ക് ആ പോണേക്കര കരയോഗം കല്യാണ മണ്ഡപത്തിലേക്ക് പോണം. അത്യാവശ്യം കേറ്. സമയാ പോകുന്നത്. നീ ഒന്ന് കേറുന്നുണ്ടോ? വേണ്ട, ഞങ്ങൾ പിന്നീട് വരാം. മുത്തശ്ശി, നീ കേറ്. വേഗം ആട്ടെ. നമ്മൾ ഇത്തിരി ലേറ്റായാലും ഒരു കുഴപ്പമില്ല. സുമി അമ്മയും മുഹൂർത്തത്തിന് മുമ്പ് മണ്ഡപത്തിൽ എത്തിയാ മതി. എന്നാടാ വണ്ടി നിർത്തിയേ? ഇനി എങ്ങോട്ടാ പോകണ്ടേ? ഇനി എങ്ങോട്ടാ ചേച്ചി പോകണ്ടേ? എന്നോടാണോ ചോദിക്കുന്നേ? ഈ ഓണം കേറാ മൂലയെ കൊണ്ടുപോയി ഓഡിറ്റോറിയം ബുക്ക് ചെയ്തവരോട് ചോദിക്കേ എങ്ങോട്ടാ പോണ്ടേന്ന്. ആരാ ബുക്ക്? എന്നാ ഗിരിയുടെ അമ്മായച്ചോട് ഞാൻ ചോദിച്ചിട്ട് വരാം. എന്റെ അമ്പി, നീ ആ ഗിരിയെ ഒന്ന് വിളിക്കേ. എന്നാടാ ഇത്? എന്നാ സാധനടാ ഇത്? കല്യാണം കൊള്ളാക്കും. എന്തിനാ വണ്ടി നിർത്തിയത്? വഴി അറിയാഞ്ഞിട്ട്. സ്ഥലത്തിന്റെ പേരറിയാലോ, സൈൻ ബോർഡ് കാണും, അതങ്ങ് നോക്കി പോയാ പോരെ. അങ്ങനത്തെ സാധനം ഒന്നും ഇവിടെ ഇല്ല. വായില് നാക്കല്ലേ കിടക്കുന്നത്. ആരോടെങ്കിലും ഒന്ന് ചോദിക്കേ. എന്റെ പൊന്നു ഗിരി, ഇത് ചോദിക്കാൻ ഇവിടെ ഒരു പട്ടിക്കുറുക്കനും ഇല്ലാത്തൊരു സ്ഥലമായത്. എന്ത് പറ്റി തക്കടൂ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, ഒന്നുമില്ല അച്ചമ്മേ. വഴിയുടെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ, അത്രേ ഉള്ളൂ. എടാ, റൂട്ടിന്റെ കാര്യത്തിൽ അമ്പിയമ്മാവൻ എന്തോ സംശയമുണ്ട്. അതാ വണ്ടി നിർത്തിയത്. പറ്റിയ ആളെ നീ നാവികരായിട്ട് വെച്ചിരിക്കുന്നേ. അയാളെ പൂക്കുറ്റി ഫിറ്റാഗിരി വരുന്നുണ്ട്. ആർക്ക് മൂത്രം ഒഴിക്കാനാടാ വണ്ടി നിർത്തിയേ? നമ്മൾ എങ്ങോട്ടാ മാമ ഈ പോകുന്നേ? വല്ല ഊഹം ഉണ്ടോ? എന്റെ ഗിരിധര നമ്പ്യാരുടെ കല്യാണത്തിന്, അല്ല എങ്ങോട്ടാ? ഇങ്ങനെ ഒരു ആ ഓഡിറ്റോറിയത്തിന്റെ പേരെന്താന്നാ പറഞ്ഞേ? അയ്യോ,
കുരുതിയല്ലല്ലോ കുതിരവളപ്പിൽ കാർത്തിയായനി അമ്മ അവിടെ കരയോഗം. ഇയാളെ കല്യാണത്തിന് ഒന്നിനും അടിച്ച് സെറ്റായിട്ടിരിക്കുകയാണല്ലോ. ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ഈ മണ്ടനെ ഏൽപ്പിച്ച് നിന്നെ വേണം പറയാൻ. പോവും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ഗൂഗിൾ ചെയ്ത് നോക്കിയാ പോരെ? ഞാനത് പറയാൻ വരുമായിരുന്നു. ഇവനൊക്കെ എന്നെ പൊട്ടനാണ്. ഗൂഗിൾ മാപ്പിനകത്തോട്ടുണ്ടല്ലോ ഇതിനങ്ങോട്ട് അടിച്ചങ്ങോട്ട് കയറണം. കൊണ്ടുപോടാ. ഞാൻ നോക്കിക്കോളാം. നീ നോക്കി ഗൂഗിൾ മാപ്പ് തെറ്റി വല്ല കൊക്കയിലും മുത്തശ്ശി എല്ലാം കൂടെ പോയി വീണ എന്നെ ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ഗിരിയൊക്കെ എങ്ങനെ പൊക്കിയെടുക്കാനാ? ഇല്ല, അങ്ങനത്തെ ഓഡിറ്റോറിയം ഗൂഗിൾ മാപ്പിൽ ഇല്ലടാ. ഗിരി, നിന്റെ ഭാര്യ വീട്ടുകാരേത് ഓണം ഓണം കേറാ മൂലേ കിടക്കുന്ന ഓഡിറ്റോറിയത്തിൽ കൊണ്ട് കല്യാണം വെച്ചിരിക്കുക. ഇന്നത്തെ കാലത്ത് മുറുക്കാങ്കടയുടെ പേര് വരെ ഇതിന്റെ പേരെന്താ? ഗുളുഗുളു. ഗുളുഗുളുവിന്റെ അകത്തുണ്ട്. എന്നിട്ട് ഇതിന്റെ പേരില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ എന്റെ ഗുരുവായൂരപ്പ. കുതിരവളപ്പിൽ കാർത്തിയായന് അതോ കുതിരവട്ടം കാർത്തിയായന്? ഇങ്ങനൊരു പേര് ഏതെങ്കിലും ഓഡിറ്റോറിയത്തിന് കേട്ടിട്ടുണ്ടോ? ദാക്ഷായണി ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുന്നല്ലേ. ഒന്ന് നിർത്തുന്നുണ്ടോ? വെള്ളടിച്ചിട്ടേ വളിച്ച കോമഡിയിട്ട് ഇറങ്ങിയിരിക്കുക നിന്റെ അമ്മാവൻ. എടാ, ഇങ്ങനെ ഇരുന്നാ പറ്റുമോ? എങ്ങനെയെങ്കിലും വഴി കണ്ടുപിടിച്ച് മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്തണ്ടേ? എടാ, നീ സുമിതയെ വിളിച്ച് വഴി ചോദിക്കേ, അല്ലാതെ വേറെ വഴിയില്ല. നീ ടെൻഷൻ അടിക്കാതിരിക്കേ. നമുക്കേ ഈ വഴിക്ക് തന്നെ കുറച്ച് മുന്നോട്ട് പോയേക്കാം. എന്തായാലും ഈ പരിസരത്ത് തന്നെ ആയിരിക്കും അതിനാ സാധ്യത. ബിജു, നീ വണ്ടി എടുക്കും. ബിജു വണ്ടി